ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടൈപ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് മാർക്കറ്റിംഗ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടുഡേ നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസെപ്റ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 24. അപ്പോൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ഫസ്റ്റിൽ ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചത്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഡിറൈവ് ചെയ്ത് വന്നതെന്നുള്ള കാര്യം. അതായത് ബാർട്ടർ സിസ്റ്റം, അതുപോലെ സെയിൽസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ഇങ്ങനെയാണ് വന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അതിനോട് അനുബന്ധിച്ചാണ് പഠിക്കാനുള്ളതാണ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എങ്ങനെയാണ് മാർക്കറ്റ് ഇവോൾവ് ആയിരുന്നത്, അതായത് ഇന്ന് കാണുന്ന രീതിയിൽ മാർക്കറ്റിംഗ് വന്നേക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ 5 സ്റ്റേജസ് ആയിട്ടാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ 5 കൺസെപ്റ്റാണ് മാർക്കറ്റിങ്ങിൽ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ്, പ്രോഡക്റ്റ് കൺസെപ്റ്റ്, സെയിൽസ് കൺസെപ്റ്റ്, മാർക്കറ്റ് കൺസെപ്റ്റ് ആൻഡ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ഇനി ഓരോ കൺസെപ്റ്റും എന്താണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ കൺസെപ്റ്റ്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് കൺസെപ്റ്റ് ഫോക്കസസ് ഓൺ റെഡ്യൂസിങ് കോസ്റ്റ് ബൈ വേ ഓഫ് മാസ് പ്രൊഡക്ഷൻ. ഈ ഒരു കൺസെപ്റ്റിനകത്ത് പറയുന്നത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കണമെങ്കിൽ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ ബൾക്ക് പ്രൊഡക്ഷൻ വഴി മാത്രമാണ് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ എന്നൊരു കൺസെപ്റ്റ് വഴിയാണ് ഈ പ്രൊഡക്ഷൻ കൺസെപ്റ്റ് വന്നേക്കുന്നത്. ദ ഫേം ബിലീവ്സ് ദാറ്റ് ബൈ അറ്റൈനിങ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ദ ബിസിനസ് ക്യാൻ മാക്സിമൈസ് പ്രോഫിറ്റ് ആൻഡ് റെഡ്യൂസ് കോസ്റ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ബിലീവ് ചെയ്തേക്കുന്ന ഇതായിരുന്നു, നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുക എങ്ങനെയായിരിക്കണം, കോസ്റ്റ് കുറച്ച് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് പോയിക്കൊണ്ടിരുന്നത്. അതായത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആണ്. മാർക്കറ്റിൽ എപ്പോഴും പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺസെപ്റ്റിനെയാണ് പ്രൊഡക്ഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ, പ്രോഡക്റ്റ് കൺസെപ്റ്റ്. പ്രോഡക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഫേം ഫോളോവിങ് ദിസ് കൺസെപ്റ്റ് ട്രൈസ് ടു ഇൻട്രൊഡ്യൂസ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ബേസ്ഡ് ഓൺ ക്വാളിറ്റി ആൻഡ് ഫീച്ചേഴ്സ്. ഇവിടെ പ്രോഡക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫസ്റ്റത്തെ കൺസെപ്റ്റിൽ പ്രൊഡക്ഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ പ്രോഡക്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് നമ്മുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റി, നല്ല ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്, നല്ല ഫീച്ചേഴ്സുള്ള പ്രോഡക്റ്റും കൊടുക്കുക എന്നുള്ള രീതിയിലോട്ട് വന്നു. ഇറ്റ് ബിലീവ്സ് ദാറ്റ് കസ്റ്റമേഴ്സ് ക്യാൻ ബി ബെറ്റർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡിസൈനിങ് ആൻഡ് മാർക്കറ്റിംഗ് എക്സലൻറ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വന്നപ്പോഴത്തേനും പറഞ്ഞേക്കുന്നത് കസ്റ്റമേഴ്സിനെ നമുക്ക് ഗെയിൻ ചെയ്യണമെങ്കിൽ, കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് വെറൈറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഒരു ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ ഇറക്കേണ്ടത് എന്ന രീതിയിലാണ് ഈ കൺസെപ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ദ ഫേം യൂട്ടിലൈസസ് ഇറ്റ്സ് ഫുള്ളസ്റ്റ് എനർജി ആൻഡ് എഫേർട്സ് ഇൻ ദ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ പ്രോഡക്റ്റ് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ, മോഡിഫൈ ചെയ്യാനായിട്ടായിരിക്കും ഫേം ഈ ഒരു കൺസെപ്റ്റിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദ കൺസേൺ ഫോർ ദ ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ദി പ്രോഡക്റ്റ് പ്രൊസീഡ്സ് ഓർ അതർ ഫാക്ടേഴ്സ് ഓഫ് മാർക്കറ്റിംഗ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് കൺസെപ്റ്റ് വന്നപ്പോഴത്തേനും ബാക്കി എല്ലാ മാർക്കറ്റിങ്ങിൻ്റെ ഫാക്ടേഴ്സിനേക്കാളും മുകളിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, പ്രോഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വന്നു. ഇനി അടുത്ത തേർഡ് വൺ, സെയിൽസ് കൺസെപ്റ്റ്. സെയിൽസ് കൺസെപ്റ്റ് വരുമ്പോൾ എന്തിനായിരിക്കും പ്രാധാന്യം? സെയിൽസിനായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം സെയിൽസ് നടത്തുക എന്നുള്ളതായിരിക്കും. ദ ഫോക്കസ് ഓഫ് ദിസ് കൺസെപ്റ്റ് ഈസ് ടു മാനുഫാക്ചർ ദ പ്രോഡക്റ്റ് ആൻഡ് ദെൻ ടേക്ക് മാക്സിമം എഫേർട്ട് ടു സെൽ ഇറ്റ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്. അപ്പോൾ മാക്സിമം സെയിൽ നടത്തുക എന്നുള്ള രീതിയിൽ വന്നേക്കുന്ന കൺസെപ്റ്റാണ് സെയിൽസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ കൺസെപ്റ്റ് ഹോൾഡ് ദ വ്യൂ ദാറ്റ് സെയിൽസ് വോളിയം കനോട്ട് ബി ഇൻക്രീസ്ഡ് ബൈ ഇൻട്രൊഡ്യൂസിങ് എ സുപ്പീരിയർ പ്രോഡക്റ്റ്. അപ്പോൾ ഒരു ഇൻഫീരിയർ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ഇറക്കിയതുകൊണ്ട് മാത്രം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ സെയിൽസ് കൂട്ടാനായിട്ട് പറ്റത്തില്ല. അതിന് പകരം എഫക്റ്റീവ് അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ഉണ്ടെങ്കിൽ മാത്രമാണ് സെയിൽസ് കൂട്ടാൻ പറ്റത്തുള്ളൂ എന്നൊരു കൺസെപ്റ്റിലോട്ടാണ് സെയിൽസ് കൺസെപ്റ്റ് പോകുന്നത്. ഇനി ഫോർത്ത് വൺ, മാർക്കറ്റ് കൺസെപ്റ്റ്. മാർക്കറ്റ് കൺസെപ്റ്റ് വരുമ്പം ദിസ് കൺസെപ്റ്റ് വ്യൂസ് കസ്റ്റമേഴ്സ് ആസ് ദ കീ എലമെൻറ്റ് ഓഫ് ദി മാർക്കറ്റിംഗ് പ്രോസസ്. ഇവിടെ വരുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനെയാണ് കീ എലമെൻ്റ് ആക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ കൺസെപ്റ്റിൽ പ്രൊഡക്ഷനായിരുന്നു, പ്രോഡക്റ്റ് കൺസെപ്റ്റിൽ പ്രോഡക്റ്റിനായിരുന്നു, ക്വാളിറ്റി പ്രോഡക്റ്റിനായിരുന്നു പ്രാധാന്യം. സെയിൽസ് കൺസെപ്റ്റ് വന്നപ്പോൾ മാക്സിമം സെയിൽസ് വോളിയത്തിനായി പ്രാധാന്യം. മാർക്കറ്റ് കൺസെപ്റ്റ് വന്നപ്പോഴത്തേനും കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് മാർക്കറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. ഫേംസ് അറ്റംപ്റ്റ് ടു നോ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് ത്രൂ മാർക്കറ്റ് സർവേസ് ആൻഡ് റിസർച്ച്. ഓൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് റിവോൾവ് അറൗണ്ട് കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ കൺസിഡർഡ് ആസ് എ കിങ് ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിംഗ് കൺസെപ്റ്റ് വന്നപ്പോൾ മാർക്കറ്റിൻ്റെ കിങ് എന്ന് പറയുന്ന കസ്റ്റമറിനെയും എല്ലാ കാര്യങ്ങളും, മാർക്കറ്റിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും കസ്റ്റമറിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് ചുറ്റിയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ വന്നേക്കുന്നു.
ഇനി ഫിഫ്ത്ത് വൺ സൊസൈറ്റൽ കൺസെപ്റ്റ്. ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റാണ് സൊസൈറ്റൽ കൺസെപ്റ്റ്. ദ സൊസൈറ്റൽ മാർക്കറ്റ് കൺസെപ്റ്റ് ഹോൾസ് ദാറ്റ് എ ഫേം ഷുഡ് മേക്ക് ഗുഡ് മാർക്കറ്റിംഗ് ഡിസിഷൻ ബൈ കൺസിഡറിങ് കൺസ്യൂമേഴ്സ് വാണ്ട്സ്, ഫേംസ് റിക്വയർമെൻറ്റ് ആൻഡ് ദ സൊസൈറ്റീസ് ലോങ് ടൈം ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് സൊസൈറ്റൽ കൺസെപ്റ്റ് പോകുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് കൺസിഡർ ചെയ്യണം. അതുപോലെ ഫേമിന് എത്രത്തോളം ആവശ്യമുണ്ട്, ഫേമിന് പ്രോഫിറ്റ് എത്രത്തോളം ആവശ്യമുണ്ട്, ഫേമിൻ്റെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ സൊസൈറ്റീനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് സൊസൈറ്റി കൺസെപ്റ്റ് വന്നേക്കുന്നത്. ദ കൺസെപ്റ്റ് ഹൈലൈറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ മാർക്കറ്റിംഗ് ഫേം. അപ്പോൾ ഇവിടെ വരുമ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ഘടകം കൂടി ഈ ഒരു കൺസെപ്റ്റിൽ വരുന്നുണ്ട്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ ഫേം ഷുഡ് ബാലൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോങ് ടൈം വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. ഈ ഒരു സൊസൈറ്റി കൺസെപ്റ്റിൽ വരുമ്പോഴത്തേനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പ്ലസ് ഫേമിൻ്റെ പ്രോഫിറ്റ് പ്ലസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ 3 കാര്യങ്ങളാണ് സൊസൈറ്റൽ കൺസെപ്റ്റിൽ വന്നേക്കുന്നത്. അപ്പോൾ ഇത്രയും ഓറിയൻറ്റേഷനാണ് മാർക്കറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. പ്രൊഡക്ഷൻ കൺസെപ്റ്റ് ഏറ്റവും ഓൾഡായിട്ടുള്ളതാണ്. പിന്നെ അത് പ്രോഡക്റ്റിലോട്ട് മാറി, പിന്നീട് അത് സെയിൽസിലോട്ടും കസ്റ്റമറിലോട്ടും മാറി. ഇപ്പോൾ ന്യൂ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫേമിൻ്റെ പ്രോഫിറ്റിൻ്റെ ഒപ്പം തന്നെ സോഷ്യൽ വെൽഫെയറും പ്ലസ് കസ്റ്റമർ നീഡ്സും നോക്കാമെന്നുള്ളതായി മാറിയിരിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ്. മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു മാർക്കറ്റിൻ്റെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ അതിനെ എന്താ പറയുക അഫക്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കൺട്രോളബിളും അതുപോലെ അൺകൺട്രോളബിളും ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. The marketing environment is a group of factors comprised of both controllable and uncontrollable forces that affect the ability of a firm to generate value and attract and serve consumers. ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഇതാണ്, നമ്മൾ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെയോ അഫക്റ്റ് ചെയ്യുന്ന കൺട്രോളബിളും അൺകൺട്രോളബിളും ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ 2 ആയിട്ടാണ് ശരിക്കും തിരിച്ചേക്കുന്നത്. ഇൻറ്റേർണൽ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ളതുണ്ട്. സർട്ടൺ ഫാക്ടേഴ്സ് ഇൻ ദ മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് ആർ ഇൻറ്റേർണൽ ആൻഡ് സ്പെസിഫിക് ടു ദ ഫേം, വേറെ സർട്ടൺ ഫാക്ടേഴ്സ് ആർ ഔട്ട്സൈഡ് ദ മാർക്കറ്റിംഗ് എൻ്റർപ്രൈസ്. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ട് മാർക്കറ്റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഔട്ട്സൈഡുള്ള ഫാക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഇൻറ്റേർണൽ ആൻഡ് ഓർഗനൈസേഷൻ സ്പെസിഫിക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി കളക്റ്റീവ്ലി നോൺ ആസ് മൈക്രോ ഫാക്ടേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കണം. ഇൻറ്റേർണൽ ആയിട്ടുള്ളത്, ഒരു മാർക്കറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ മൈക്രോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ഇനി അതുപോലെ മാക്രോ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ളത്. ദ ലാർജർ സൊസൈറ്റിയൽ ഫോഴ്സസ് ദാറ്റ് അഫക്റ്റ് ദ മൈക്രോ എൻവയോൺമെൻറ്റ് ആർ കോമൺലി റിഫേർഡ് ടു ആസ് മാക്രോ ഫോഴ്സസ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന മൈക്രോ എൻവയോൺമെൻറ്റിനെയും അഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസിനെയാണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് 2 രീതിയിലുള്ള ഫാക്ടേഴ്സാണ് ഉള്ളത്, ഇൻറ്റേർണൽ ഫാക്ടേഴ്സും അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിന് മൈക്രോ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ മൈക്രോ എൻവയോൺമെൻറ്റ് എന്നും മാക്രോ എൻവയോൺമെൻറ്റ് എന്നുള്ളത് എക്സ്റ്റേണലിനെയും പറയുന്നു. ഇനി ഓരോന്നും നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് മൈക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും മാക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് മൈക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇൻറ്റേർണൽ ആയിട്ടുള്ളത്, അതായത് ഒരു എന്താ പറയുക മാർക്കറ്റിംഗ് ഒരു ഫേമിനെ സ്പെസിഫിക്കലി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് മൈക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മൈക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആർ റിലേറ്റഡ് സ്പെസിഫിക്കലി ടു ദ മാർക്കറ്റിംഗ് ഫേം. ദേ ആർ ക്ലോസ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ഹാവ് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഓൺ ദ മാർക്കറ്റിംഗ് ഓപ്പറേഷൻ. അപ്പോൾ മാർക്കറ്റിംഗ് ഓപ്പറേഷൻ ഡയറക്റ്റ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെയാണ് മൈക്രോ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെയാണെന്ന് നോക്കിക്കുക, അതിൽ 5 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനി, സപ്ലയേഴ്സ്, മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് ആൻഡ് പബ്ലിക്സ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഫേമിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മൈക്രോ എന്നും അല്ലെങ്കിൽ ഇൻറ്റേർണൽ എന്നും പറയുന്നത്. ഇനി ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പനി. The company, the type of organization, its objectives, structure, management, vision and mission are important factors influencing the marketing policies and programs. അപ്പോൾ നോക്കിക്കേ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷൻ ഏത് ടൈപ്പാണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അതുപോലെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള വിഷൻ മിഷൻ, ഇതൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഇൻറ്റേർണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് മാർക്കറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന മാർക്കറ്റിംഗ് പോളിസിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ.
The marketing department of an organization is not independent. It has a work in cooperation with the top management and other department of the organization. Therefore, the entire organization influences the marketing activities. അപ്പം ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് അല്ല മാർക്കറ്റിംഗ് പോളിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എൻ്റയർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ തന്നെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ വിഷൻ ആൻഡ് മിഷൻ ഒബ്ജക്റ്റീവ്സ് ഈ പറഞ്ഞേക്കുന്ന എല്ലാ ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മാർക്കറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ മൈക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടറായിട്ട് പറഞ്ഞേക്കുന്നത് ദ കമ്പനി ഇറ്റ് സെൽഫ്. ഇനി രണ്ടാമത്തെ സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് ആർ പാർട്ടീസ് ഹു ഡെലിവർ ദ റോ മെറ്റീരിയൽസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴോ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ആര് സപ്ലൈ ചെയ്യുന്നു അവരെയാണ് നമ്മൾ സപ്ലയേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നത് ഈ സപ്ലയേഴ്സ്? അതായത് പറഞ്ഞു വന്നേക്കുന്ന ഇത്രേ ഉള്ളൂ. ഈ സപ്ലയേഴ്സ് നമുക്ക് ഡെലിവറി ചെയ്യുന്ന റോ മെറ്റീരിയൽ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം, പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി ആയിരിക്കണം, അതുപോലെ ഏറ്റവും നല്ല കോസ്റ്റിലായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല അതൊക്കെ നമ്മുടെ കമ്പനീനെ ബാധിക്കുന്ന മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്ന കാര്യം. അതുപോലെ തന്നെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, സപ്ലയേഴ്സിൻ്റെ ക്വാളിറ്റി, സപ്ലയേഴ്സിൻ്റെ എങ്ങനെ അവരുടെ ക്വാളിറ്റി എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു മൈക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടർ എന്ന് സപ്ലയേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത തേർഡ് വൺ മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ്. മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ those parties assisting in the promotion and distribution of goods and services of an organization to consumers. അതായത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പ്രോഡക്റ്റ് കസ്റ്റമറിലോട്ട് എത്തുന്നവരെ അതിൻ്റെ ഇടനിലയായിട്ട് പ്രവർത്തിക്കുന്നവരെയാണ് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്നത്. അതായത് ഹോൾസെയിലറുണ്ട്, റീറ്റെയിലറുണ്ട്, അതുപോലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫേംസ് ഉണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് മാർക്കറ്റ് വിൽക്കുന്ന അങ്ങനെയുള്ള ഫേംസ് ഉണ്ട്. ഇങ്ങനെയുള്ളവരെല്ലാം മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയും. അപ്പോൾ ഇവരുടെ ടൈപ്പ് അല്ലെങ്കിൽ ഇവരുടെ എന്താ പറയുക ഇവരെങ്ങനെയാണോ നമ്മുടെ പ്രോഡക്റ്റിനോട് പെരുമാറുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സക്സസ്സും. അപ്പോൾ അതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് അഫക്റ്റ് ചെയ്യുന്ന പോയിൻ്റായിട്ട് മാർക്കറ്റിംഗ് ഇൻ്റർമീഡിയറ്റ്സ്. ഇനി നാലാമത്തെ കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് റൈവലായിട്ടുള്ള ഫേംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേംസിനാണ് നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ഓൾ ഫേംസ് ഹൗസ് ടു സെറ്റ് ദർ മാർക്കറ്റ് സ്ട്രാറ്റജീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നേച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ദേ ഫേസ്. Competitor analysis and monitoring is crucial for an organization to maintain or improve its position within the market. അപ്പോൾ ഇങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് പോളിസി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണോ അവരെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു എന്താ പറയുക മാർക്കറ്റിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രൂഷ്യലായിട്ടുള്ള ഘടകം തന്നെയാണ് കോമ്പറ്റീറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കോമ്പറ്റീഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം. ഇനി അടുത്ത ഫിഫ്ത്ത് വൺ പബ്ലിക്സ്. അപ്പോൾ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ മൈക്രോ എൻവയോൺമെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് മീൻസ് എനി പാർട്ടി ഹു മെയിൻറ്റെയിൻസ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ഫേം. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏതൊക്കെ വ്യക്തികളാണോ ആ വ്യക്തികളെയെല്ലാം നമ്മൾ പബ്ലിക്സ് എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇനി അത് ഏതൊക്കെയാണെന്ന് കുറേ കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. പബ്ലിക്സ് ക്യാൻ ഹെൽപ്പ് ഓർ ഹിൻഡർ ദ എബിലിറ്റി ഓഫ് എ ഫേം ടു മാർക്കറ്റ് ഇറ്റ്സ് പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. അപ്പം ഈ പറഞ്ഞ പബ്ലിക്കാണ് നമ്മുടെ പ്രോഡക്റ്റിനൊരു എന്താ പറയുക ഒരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പബ്ലിക്സാണ്. ഇനി ഏതൊക്കെ ടൈപ്സ് പബ്ലിക്കുള്ളത്? ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ പബ്ലിക്സ്. ഫിനാൻഷ്യൽ പബ്ലിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരുന്ന ഫേം ആയിരിക്കാം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് ആയിരിക്കാം, അവരെയാണ് ഫിനാൻഷ്യൽ പബ്ലിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ രണ്ടാമത്തെ ഗവൺമെൻറ് പബ്ലിക്സ്. ഗവൺമെൻറ് പബ്ലിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അവർക്ക് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള റൂൾസും ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ റൂൾസും റെഗുലേഷൻസൊക്കെ കൊണ്ടുവരുന്നവരെയാണ് ഗവൺമെൻറ് പബ്ലിക്സ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ മീഡിയ പബ്ലിക്സ്. മീഡിയ പബ്ലിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളതാണ് മീഡിയ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ന്യൂസ് പേപ്പേഴ്സ്, അതുപോലെ ഓൺലൈൻ മാഗസിൻസ്, ബ്ലോഗ്, സോഷ്യൽ മീഡിയാസ്, റേഡിയോ, ടെലിവിഷൻ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നവരെയാണ് മീഡിയ പബ്ലിക്സ് എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ സിറ്റിസൺ പബ്ലിക്സ്. സിറ്റിസൺ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി ഡിഫറെൻറ്റ് സിറ്റിസൺ ഗ്രൂപ്പ്സ്
പബ്ലിക്സ് സച്ച് ആസ് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആൻഡ് എൻവയൺമെൻറ്റ് അസോസിയേഷൻ. അപ്പം ചെറിയ ചെറിയ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻസ് കാണും, അല്ലെങ്കിൽ കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ചെറിയ ക്ലബ്ബുകൾ കാണും. ഇങ്ങനെയൊക്കെയുള്ളവരാണ് സിറ്റിസൺ പബ്ലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും കൺസ്യൂമറുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതോ അല്ലെങ്കിൽ എൻവയൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ എൻവയൺമെൻറ്റ് ഹാംഫുള്ളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഈ ഒരു സിറ്റിസൺ പബ്ലിക്സാണ് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ക്ലബ്ബുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ അസോസിയേഷൻസിനെയാണ് സിറ്റിസൺ പബ്ലിക്സ് എന്ന് പറയുന്നത്. ദെൻ ലോക്കൽ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ആൻഡ് ഹൗസ് ഹോൾഡ്സ് ഇൻ ദ പ്രോക്സിമിറ്റി ആൻഡ് വിസിനിറ്റി ഓഫ് നിയറസ്റ്റ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഓഫ് മാർക്കറ്റിംഗ് ഹു ആർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി എക്സ്പോസ് ടു ദി ബെനിഫിറ്റ് ആൻഡ് ഷോർട്ട് കമ്മിങ്സ് ഓഫ് ദി മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ മാൻ റെഫർ ടു ആ ലോക്കൽ പബ്ലിക്. അപ്പോൾ ലോക്കൽ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ, നമ്മുടെ മാർക്കറ്റിംഗ് ഫേം എവിടെയാണോ നിലനിൽക്കുന്നത് അതിൻ്റെ നിയറസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് താമസിക്കുന്ന പീപ്പിൾ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സിനെയാണ് ലോക്കൽ പബ്ലിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അതായത് നമ്മുടെ ഓർഗനൈസേഷൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു എൻവയൺമെൻറ്റ് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെതിരെ പ്രതികരിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡി നടത്താനായിട്ട് ശരിക്കും ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞൊരു അപ്പോയിൻമെൻറ്റ് തന്നെ നടത്തുന്നുണ്ട്. കാരണം ഈ ഒരു ഓർഗനൈസേഷൻ നിലനിൽക്കുന്ന ആ ചുറ്റുപാട് താമസിക്കുന്നവർ അല്ലെങ്കിൽ ചുറ്റും എൻവയൺമെൻറ്റിലുള്ളവർ, ഇവരെയാണ് ലോക്കൽ പബ്ലിക്സ് എന്ന് പറയുന്നത്. ദെൻ 6 ജനറൽ പബ്ലിക്സ് എന്ന് പറയുമ്പോൾ പോപ്പുലേഷനിലുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള എല്ലാ ആൾക്കാരെയും കൂടി ചേർത്താണ് ജനറൽ പബ്ലിക്സ് എന്ന് പറയുന്നത്. പബ്ലിക് അറ്റ് ലാർജ് ഓർ ദ മാസ് പോപ്പുലേഷൻ കംസ് അണ്ടർ ദ പർവ്യൂ ഓഫ് ജനറൽ പബ്ലിക്സ്. മാസ് പോപ്പുലേഷനിലുള്ള ജനങ്ങളെയാണ് ജനറൽ പബ്ലിക് എന്ന് പറയുന്നത്. എ ഫേം ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസെപ്ഷൻ ഓഫ് ദി ജനറൽ പബ്ലിക് ടുവാർഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ആ ഓർഗനൈസേഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ അവർ മാർക്കറ്റിൽ ഇറക്കുന്ന പ്രോഡക്റ്റിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ജനങ്ങളുടെ കാഴ്ചപ്പാടെന്ന് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ഒരു റിവ്യൂ എന്ന് ഒരു ഓർഗനൈസേഷൻ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ജനറൽ പബ്ലിക്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഇപ്പം ജനറൽ ആൾക്കാർക്കുള്ള, സാധാരണ ലോക്കൽ ആൾക്കാർക്കുള്ള അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള ആൾക്കാർക്കുള്ള എന്തൊക്കെയാണ് അതിൻ്റെ പെർസെപ്ഷൻ എന്നൊക്കെ അറിയാനായിട്ട്. ദ പെർസെപ്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി പബ്ലിക് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ദ കൺസ്യൂമേഴ്സ് ബൈയിങ് ഹാബിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൊത്തത്തിലുള്ള പോപ്പുലേഷനിലുള്ള ഒരു ബിഹേവിയർ തന്നെ കൺസ്യൂമർ ബൈയിങ് ബിഹേവിയറായിട്ടും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ഇൻറ്റേർണൽ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനുള്ളിലുള്ളവർ. അപ്പോൾ എംപ്ലോയീസ് വരും, അതുപോലെ മാനേജേഴ്സ് വരും, അങ്ങനെയുള്ളവരൊക്കെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ജനങ്ങളെ, അവരെയാണ് ഇൻറ്റേർണൽ പബ്ലിക് എന്ന് പറയുന്നത്. ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് ഇൻറ്റേർണൽ പബ്ലിക്സ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ. അപ്പം ഈ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഫേംസ് യൂസ് ന്യൂസ് ലെറ്റേഴ്സ്, മെമ്മോസ്, കമ്പനി മീറ്റിംഗ്സ്, ഇൻട്രാനെറ്റ്സ് ആൻഡ് അതർ മീൻസ് ടു മോട്ടിവേറ്റ് ആൻഡ് എഡ്യൂക്കേറ്റ് ടു ദ ഇൻറ്റേർണൽ പബ്ലിക്സ്. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഈ പറഞ്ഞേക്കുന്ന ഈ ഒരു ഇൻറ്റേർണൽ പബ്ലിക്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് ഒരു ലോയൽറ്റി കൂട്ടാനായിട്ട് അവർക്ക് ന്യൂസ് ലെറ്റേഴ്സ്, മാസം മാഗസിൻ ഇറക്കുക, ന്യൂസ് ലെറ്റേഴ്സ് ഇറക്കുക, അതുപോലെ അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ, കമ്പനി മീറ്റിങ്സ് എപ്പോഴും തന്നെ കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞേക്കുന്ന ഇൻറ്റേർണൽ പബ്ലിക്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരു കമ്പനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പബ്ലിക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നാണ് പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ഉള്ളവരെയാണ് പബ്ലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫിനാൻഷ്യൽ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ഇൻഡിവിജ്വലിന് ഫിനാൻഷ്യൽ പബ്ലിക്സ് എന്ന് പറയുന്നു. ഗവൺമെൻറ് പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനെയാണ് ഗവൺമെൻറ് പബ്ലിക്സ് എന്ന് പറയുന്നത്. അതുപോലെ മീഡിയ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയാസ്, മാഗസിൻസ്, സോഷ്യൽ മീഡിയ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീഡിയ പബ്ലിക്സിൽ വരും. സിറ്റിസൺ പബ്ലിക്സിൽ വരുന്നത് അസോസിയേഷൻസ്, ക്ലബ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കൺസ്യൂമർ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസോസിയേഷൻ, ഇങ്ങനെയൊക്കെയുള്ള അസോസിയേഷനും ക്ലബ്സൊക്കെയാണ് സിറ്റിസൺ പബ്ലിക്സിൽ വരുന്നത്. ലോക്കൽ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ എവിടെയാണോ സിറ്റുവേറ്റ് ചെയ്യുന്നത് അതിന് ചുറ്റുപാടുള്ളവരെ ലോക്കൽ പബ്ലിക്സ് എന്ന് പറയുന്നു. ജനറൽ പബ്ലിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാസ് പോപ്പുലേഷൻ, നമ്മുടെ മാർക്കറ്റിലുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർന്ന് ജനറൽ പബ്ലിക്സ് എന്ന് പറയുന്നു. അതിൻ്റെ ഇൻറ്റേർണൽ പബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനുള്ളിലുള്ള എംപ്ലോയീസിനെയും മാനേജേഴ്സിനെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ എല്ലാം ഇൻറ്റേർണൽ പബ്ലിക്സ് എന്ന് പറയുന്നു. ഇനി ലാസ്റ്റ് മൈക്രോ എൻവയൺമെൻറ്റ് ഫാക്ടറാണ് കസ്റ്റമേഴ്സ്.
നമുക്കറിയാം കസ്റ്റമേഴ്സിന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ എന്നാണ് നമ്മൾ ഇതുവരെയും പഠിച്ചു വെച്ചേക്കുന്നത്. ഫേംസ് ഹാസ് ടു എക്സാമിൻ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദർ ടാർഗറ്റ് മാർക്കറ്റ്. ഇഫ് ദ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഫെയിൽ ടു അഡ്രസ് ദ നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്, ഫേംസ് കനോട്ട് സർവൈവ് ഇൻ ദ മാർക്കറ്റ്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഇറക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി അത് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനനുസരിച്ചുള്ളതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ഫേം തന്നെ ഫെയിലാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കമ്പനീനെ ഡയറക്റ്റായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ 6 മൈക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് മാക്രോ എൻവയോൺമെൻറ്റ്. മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു പറഞ്ഞത്? അൺകൺട്രോളബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാണ് മാക്രോ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഔട്ട്സൈഡ് ഫോഴ്സസ് ആണ്. അത് നമ്മുടെ ഓർഗനൈസേഷനെ മൊത്തത്തിൽ ഒരു ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻസ് ഫാക്ടേഴ്സാണ് മാക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തോണം, മൈക്രോ എൻവയോൺമെൻറ്റ് നമുക്ക് കൺട്രോളബിൾ ആണ്, പക്ഷേ മാക്രോ എൻവയോൺമെൻറ്റ് നമുക്കൊരിക്കലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല, അൺകൺട്രോളബിൾ ആണ്. ഇനി ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മാക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, നാച്ചുറൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോഗ്രഫി റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ ചോസൺ ഫോർ മാർക്കറ്റിംഗ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ സൈസ്, ലൊക്കേഷൻ, ഏജ്, ജെൻഡർ, റേസ് ആൻഡ് ഒക്യുപ്പേഷൻ ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ സിറ്റുവേറ്റ് ചെയ്യുന്ന സ്ഥിതി ചെയ്യുന്ന ആ കൺട്രി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള അവരുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റിനെ എടുക്കുകയാണെങ്കിൽ അതിനുള്ളിലുള്ള ഏജ് എത്രയാണ്, അല്ലെങ്കിൽ എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട് അവിടെ, ജെൻഡർ കൂടുതൽ എങ്ങനെയാണ്, ഏത് ഏരിയയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ കൂടുതൽ ആൾക്കാർക്കുള്ള ഒക്യുപ്പേഷൻ എന്താണ്. ഇങ്ങനെ നമ്മുടെ മാസ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ അവരുടെ ഫിസിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനാണ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ ക്രിട്ടിക്കലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എ ഹാബിറ്റ് ഓഫ് പീപ്പിൾ. നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയായിരിക്കും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും പോകുന്നത്. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഇപ്പം നമ്മുടെ എന്താ പറയുക ജെൻഡർ മെയിൽ കൂടുതലുള്ളൊരു പോപ്പുലേഷൻ ആണെങ്കിൽ അവിടെ നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ അത് കൂടുതലും മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡിമാൻഡ് കൂടും. പിന്നെ ഏജ് വൈസ് ഏത് തരം ഏജ് ഗ്രൂപ്പാണ് കൂടുതൽ അതനുസരിച്ച് പ്രോഡക്റ്റ് ഇറക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ ഈ ഡെമോഗ്രഫി ഫാക്ടേഴ്സിന് ഒരു ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് നമ്മുടെ മാർക്കറ്റിങ്ങിൽ ഉണ്ട്. ഇനി സെക്കൻഡ് മാക്രോ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സാണ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികപരമായുള്ള കാര്യങ്ങൾ, ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം എത്രയാണ്, സേവിങ്സ് എത്രയാണ്, അതുപോലെ അവരുടെ എക്സ്പെൻഡിച്ചർ ഹാബിറ്റ് എങ്ങനെയാണ്, അതുപോലെ അവരുടെ കൺസംഷൻ എങ്ങനെയാണ്, അവർ എത്രത്തോളം സേവ് ചെയ്തിട്ട് എത്രത്തോളം കൺസംഷന് വേണ്ടിയിട്ട് ചിലവാക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങളെ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇൻകം, എക്സ്പെൻസ്, സേവിങ്സ് ഹാബിറ്റ്, കൺസംഷൻ പാറ്റേൺ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് തേർഡ് വൺ കൾച്ചറൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാർക്കറ്റ്, ഈ ഫേം സ്ഥിതി ചെയ്യുന്ന ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള അവർ പിന്തുടർന്ന് പോരുന്ന കൾച്ചറായിട്ടുള്ള കാര്യങ്ങൾ. കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് വാല്യൂസ്, നോംസ് ആൻഡ് ട്രഡീഷൻസ് ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ ആ ഒരു സൊസൈറ്റി പിന്തുടർന്ന് പോകുന്ന നോംസ് ആൻഡ് വാല്യൂസ്, ട്രഡീഷൻസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവിടെ സാധാരണ ഇത് ട്രഡീഷൻസ് ആയിട്ട് പോകുന്ന, ഇപ്പം ഈ ലേഡീസിനെ സംബന്ധിച്ചാണെങ്കിൽ ഇവിടെ പർദ്ദ ഇടേണ്ട കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ട്രഡീഷൻസ് എങ്ങനെയാണോ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ ബാധിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന പർദ്ദ മാത്രം ഇടുന്ന സ്ഥലത്ത് കൊണ്ട് കുറേ മോഡേൺ ഡ്രസ്സസ് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഫെയിലിയർ വരും. അതുകൊണ്ട് ആ ഒരു സൊസൈറ്റി നിലനിൽക്കുന്ന ട്രഡീഷൻസും കസ്റ്റംസും അനുസരിച്ചായിരിക്കണം നമ്മൾ പ്രോഡക്റ്റും ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത ഫോർത്ത് നാച്ചുറൽ ഫാക്ടേഴ്സ്. നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് പ്രോഡക്റ്റ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഓർഗനൈസേഷൻ്റെ ചുറ്റുവട്ടത്തുള്ള നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചാണ് നാച്ചുറൽ ഫാക്ടേഴ്സ് പോകുന്നത്. അതായത് നമുക്ക് കിട്ടിയേക്കുന്ന റോ മെറ്റീരിയൽസിനെ വേസ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പറഞ്ഞേക്കുന്ന എന്തെങ്കിലും എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ നാച്ചുറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ
surplus production and environmental pollution due to the production of marketing activities are some of the other issues affecting the nature. അപ്പോൾ സർപ്ലസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഡിമാൻഡ് ഇല്ലാണ്ട് വെറുതെ അത് ചീത്തയായി പോകുന്ന വേസ്റ്റായി പോകുന്ന ഒരു സ്ഥിതി. ഇല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ സമയത്ത് നമുക്ക് വേസ്റ്റേജ് വന്ന് പൊല്യൂഷൻ വരുന്നു, വാട്ടർ എയറൊക്കെ പൊല്യൂട്ട് ചെയ്യുന്ന സ്ഥിതി. ഇതൊക്കെ നമ്മുടെ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന നാച്ചുറലായിട്ടുള്ള ഘടകങ്ങളാണ്. ഇനി അടുത്ത 5th വൺ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് ഇൻവെൻറ്റ് ചെയ്യുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ ഇന്നോവേഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻ, പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആർ ദ ഔട്ട്കം ഓഫ് അഡ്വാൻസ്മെൻറ്റ് ഓഫ് ടെക്നോളജി. ടെക്നോളജിയുടെ ഫലമായിട്ടുണ്ടാകുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, പ്രൊഡക്ഷനിലുണ്ടാകുന്നതിൽ മോഡിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ഗവൺമെൻറ് പോളിസീസ് ആൻഡ് വേരിയസ് റൂൾസ് ആൻഡ് ലെജിസ്ലേഷൻസ് അഫക്റ്റിംഗ് ദ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പോളിസീസ്, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ടേഴ്സ്. കമ്പനീസ് ഹാവ് ടു ഫ്രെയിം ദെയർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലോസ് ഓഫ് ദി കൺട്രി. അപ്പോൾ ഓരോ സമയങ്ങളിൽ മാറി വരുന്ന റൂളിംഗ് പാർട്ടീസ് അവർ ഇറക്കുന്ന ലെജിസ്ലേഷൻസ്, റൂൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനകത്ത് വരുന്നത്. ഇതൊന്നും നമുക്ക് അൺകൺട്രോളബിളാണ്. നമ്മളുടെ ഓർഗനൈസേഷനെ നോക്കുമ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാത്ത കാര്യങ്ങളാണ് മാക്രോ എൻവയോൺമെൻറ്റിൽ വരുന്നത്. ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, നാച്ചുറൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എസ്ഐക്ക് വരുന്ന ഒരു മോഡലാണ് ഈ പറഞ്ഞേക്കുന്ന മാർക്കറ്റിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ചേക്കണം.